ഹലോ 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 ഇന്നൊരു കപ്സ റെസിപ്പിയാണ്. 3 സവാള, 3 തക്കാളി, കുറച്ച് മുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ചോപ്പറിൽ ഒണിയനെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 സവാള ഉണ്ട് കേട്ടോ. ഇത് കുക്കറിലാണ് ഉണ്ടാക്കണേ. കുക്കർ വെച്ചു, ഓയിൽ ഒഴിച്ചു. പിന്നെ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതും കുറച്ചെടുത്തിട്ട് ഒന്ന് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞിട്ട് ഇതാണ് കപ്സ മസാല. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അത് കുറച്ച് എണ്ണ ഇതിൽ ഓയിൽ ഇതായി വരുന്ന ടൈമിലിട്ടാൽ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ ഒണിയൻ ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്യാം. ഒണിയൻ ഒന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മുളകിടാം. ഒരു 6-7 മുളകുണ്ട് കേട്ടോ. അതൊന്ന് സോഫ്റ്റായി വരട്ടെ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി. 3 വലിയ സൈസ് തക്കാളി എടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. ഈ തക്കാളി കടന്ന് ചിക്കൻ കുക്കാവുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒണിയൻ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പേസ്റ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്. ഒരുപാട് പേസ്റ്റ് ആവണ്ട, ക്രഷ് ചെയ്തത് മതി. പിന്നെ നമ്മുടെ കപ്സ മസാലയിലെ അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ആ പച്ച കുത്തലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. പിന്നെ ഞാനിടുന്നത് എൻ്റെ ഒരു കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മാഗി ക്യൂബ്. അത് ഒറ്റൊരു ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഡ്രൈ ലെമൺ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ലെമൺ ചിലവർ പൊടിച്ചിട്ട് ഇടുന്നൊക്കെ കാണാം. ഇങ്ങനെ ഇട്ടാൽ ഒരുപാട് ഫ്ലേവർ ഉണ്ടാവില്ല, അന്ന് ഇല്ലാതിരിക്കുകയില്ല. പിന്നെ നമ്മുടെ ടൊമാറ്റോ ഒഴിച്ചിട്ടോ, ടൊമാറ്റോയുടെ ജ്യൂസ് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടോ, കാരണം ചിക്കനൊന്നും അതിൽ കുക്കായി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ക്ലീനാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തു. ചിലവർ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കും. അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇടുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുത്തു, മിക്സ് ചെയ്തു. സോൾട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എരിവ് ഓൾറെഡി ഇറങ്ങിക്കോളും. ഒരുപാട് വിസിലൊന്നും വേണ്ട, ജസ്റ്റ് 2 വിസിൽ മതി. പിന്നെ മല്ലിയില, പുതിന വേണ്ട, ഉള്ളി മല്ലിയില. നല്ലോണം മിക്സ് ചെയ്യുക. ഒരു 2 വിസിൽ കേട്ടോ. നമ്മൾ ഈ കുക്കറിൽ തന്നെയാണ് റൈസ് വെക്കുന്നത്. പക്ഷെ പറ്റിയതില്ലേ, വിസിൽ എന്താ പറയുക, വെയിറ്റ് അത് ഇടാനുള്ള, ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ചിക്കൻ്റെ ഓരോ പീസസിനെടുത്ത് മാറ്റാം. കാരണം ഈ ഓരോ പീസസിനെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു കഴിക്കാനൊരു ഇതുണ്ടാവും. ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യണം. അരി ഇടാനുള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കുന്നുണ്ട്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം. അതാണ് കേട്ടോ അതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഇപ്പോൾ ഇതാണ് കേട്ടോ പാത്രം മെഷർമെൻറ്റ്. ഇതിൽ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പാത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അരപ്പാത്രം വാട്ടർ ആഡ് ചെയ്തു. പിന്നെ നാരങ്ങ നീര്, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി, പിന്നെ ഒരു പുളി കിട്ടാൻ വേണ്ടി. ഈ ടൈമിൽ ഉപ്പ് നോക്കുക, എരിവ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച ചിക്കനല്ലേ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ഓയിലും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മറ്റേ കപ്സ മസാല ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തില്ല. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ സ്റ്റോക്കിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണസ്മെല്ലുണ്ടാവുമല്ലോ, അതിന് വേണ്ടി. പിന്നെ ചിക്കൻ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? അതവിടെ നിന്നാവട്ടെ. അപ്പോഴേക്ക് നമ്മുടെ റൈസ് ഇടാം. റൈസ് ഒരു അരമണിക്കൂറും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. അരി ഇട്ടു, നല്ലോണം മിക്സ് ചെയ്യാം. സാധാ എല്ലാവരും ബസ്മതി റൈസ് എടുക്കുക. ഞാൻ ചെറിയ ഇതില്ലേ ജീരകശാല, അതാണ് എടുത്തത്. കാരണം ഇവിടെ എല്ലാവർക്കും ചെറിയ റൈസിനോടാണ് താല്പര്യം. അതിലാവുമ്പോൾ മസാലയൊക്കെ പിടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാന്നൊക്കെ ഇവിടെ മമ്മി ഒക്കെ പറയാം. അങ്ങനെ ചിക്കൻ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കുക്കറിനെ അടച്ച് വയ്ക്കുക. വെയിറ്റ് ഇടണ്ട, ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക വെള്ളം വറ്റിയിട്ടുണ്ടോ, എന്താണ് അവസ്ഥ എന്ന്. ഇതൊരു കുഴഞ്ഞ
പരിവാവുമ്പോഴാണ് നല്ലൊരു, മനസ്സിലായോ? അപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം വറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വെച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തില്ല, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാനൊരു സ്മോക്കി ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എല്ലാത്തിലും സ്മോക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ സ്മോക്ക് ചെയ്തു. അടിപൊളിയാണ്. അപ്പം